ഈശാനമൂലൻ ആടിച്ചുയർന്നു, പടകു തകർന്നു തോന്നിയപ്പോൾ. ഈശാനമൂലൻ ആടിച്ചുയർന്നു, പടകു തകർന്നു തോന്നിയപ്പോൾ. നോടിയിൽ ജയം തന്ന രക്ഷകന്റെ കാലനമോർത്തു നാം സ്തുതിച്ചിടുക. നോടിയിൽ ജയം തന്ന രക്ഷകന്റെ കാലനമോർത്തു നാം സ്തുതിച്ചിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ഇന്നെന്ന ഭാരത്താൽ ഞെരുങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ടെന്നുരച്ചിരുന്നേ. ഇന്നെന്ന ഭാരത്താൽ ഞെരുങ്ങിയപ്പോൾ ഒന്നും ഭയപ്പെടേണ്ടെന്നുരച്ചിരുന്നേ. പകയാൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. പകയാൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക. ഒരു വ്യാഴാഴ്ച പകലില് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ സർവശക്തനായ സർവകൃപാലുവായ ദൈവം ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ നൽകിയല്ലോ. ഈ പ്രഭാതത്തിൽ എല്ലാ അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും പിതാക്കന്മാർക്കും മാതാക്കന്മാർക്കും ക്രിസ്തേശ്വരൻ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേ അല്പസമയം ചിന്തയ്ക്കായി കർത്താവ് തന്നിരിക്കുന്ന ദൂത് ആമേൻ യെശയ്യാപ്രവാചന പുസ്തകം 43-ാമത്തെ അധ്യായം അതിൻ്റെ ആമേൻ 5-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ അവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്ക് അതിനകത്തുണ്ട്. ആമേൻ 43-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും. സ്തോത്രം. ഇവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ഇന്ന് പകൽക്കാലം. ഒരു മടങ്ങി വരവും ദൈവത്തിൻ്റെ വലിയ നീതിയും വെളിപ്പെടുന്ന ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ആത്മാവ് തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 43-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട തലത്തിൽ കൂടെയൊക്കെ ദൈവം യാക്കോബിനെ നടത്തി. അവിടെ 1-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ യഹോവ തൻ്റെ വാഴ്ത്തത്വങ്ങൾ കൊണ്ട് സഭയെ ആശ്വസിപ്പിക്കുന്നതാണ്. സ്തോത്രം. ആമേൻ. എക്കാലത്തും ദൈവം വാഴ്ത്തത്വങ്ങളെ കൊണ്ട് സഭയെ ആമേൻ ആശ്വസിപ്പിക്കും. പ്രത്യക്ഷത്തിൽ ജനം നോക്കുമ്പോൾ വലിയ കൂട്ടമൊന്നുമില്ലല്ലോ എന്ന് പുറം ലോകം നോക്കുമ്പോൾ ഭാരപ്പെടേണ്ട, ചെറിയ കൂട്ടമേ ഭയപ്പെടേണ്ട എന്ന് സഭയെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് ആമേൻ വിളിച്ചു പറഞ്ഞെങ്കിൽ ഇന്ന് പകലിൽ ഈ പ്രഭാതത്തിൽ സ്വർഗം പറയുന്നു, യഹോവ തൻ്റെ വാഴ്ത്തത്വം കൊണ്ട്, കണ്ടോ, ഒരു മനുഷ്യൻ്റെയും വാഴ്ത്തത്വം കൊണ്ടല്ല, ദൈവം തൻ്റെ സഭയെ പണിയാൻ തൻ്റെ വാഴ്ത്തത്വം, പ്രൈസ് ദി ലോർഡ്, തൻ്റെ വാഴ്ത്തത്വം കൊണ്ട് സഭ എന്ത് ചെയ്തു? ആശ്വസിപ്പിക്കുന്നതാണ്. ആമേൻ. 1-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ, എന്നാൽ 14-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ബാബേലിൻ്റെ നാശത്തെയും തൻ്റെ ജനത്തിൻ്റെ രക്ഷയെയും മുൻകൂട്ടി ആമേൻ അറിയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രവാചകന്മാർക്ക് കഴിയൂ വരേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി അറിയിക്കുന്ന ഒരു ശുശ്രൂഷ മറ്റ് ആരിലേക്കാളും പ്രവാചകന്മാരിൽ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. യെശയ്യാവിനെ പോലെയുള്ള പ്രവാചകന്മാർ, ആമേൻ, ഹോരശിനെ പോലെയുള്ള പ്രവാചകന്മാർ, നമുക്കറിയാം 45 അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. ആമേൻ. യഹോവ തൻ്റെ അഭിഷക്തനായ ഹോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന്
തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രക്കഥകളെ തകർക്കുകയും ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിക്കുകയും ചെയ്യും. ആമേൻ, ആമേൻ. വളരെ അനുഗ്രഹത്തോടെ ദൂത് ഡയറക്റ്റായിട്ട് പ്രവാചകനായിരിക്കുന്ന അഭിഷക്തനായിരിക്കുന്ന ഹോരശിനോട് ദൈവം അരുളി ചെയ്യുകയാണ്. എന്നാൽ ഇന്ന് പകലിൽ ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് പറയുന്ന ദൂത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തൻ്റെ ദാസനെ ആ വിളി കേട്ടോ. അപ്പോൾ സഭയ്ക്ക് വേണ്ടി കരുതാൻ, സഭയ്ക്ക് വേണ്ടി ആമേൻ സ്തോത്രം കാര്യങ്ങൾ ചെയ്യാൻ ആമേൻ ഒരു മനുഷ്യനെയും ആമേൻ ദൈവം ആമേൻ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കർത്താവ് ചെയ്യും. അതാ ഇവിടെ പറഞ്ഞത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും. യാക്കോബിനെ നോക്കിയാണ് പറഞ്ഞത്. സ്തോത്രം. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. സ്തോത്രം. ഞാൻ നിന്റെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. രണ്ടാമത്തെ വാക്യം നോക്കിയേ, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ആമേൻ. നീ നദിയിൽ കൂടി കടക്കുമ്പോൾ ആമേൻ സ്തോത്രം ആമേൻ അത് നിന്റെ മേൽ എന്ത് ചെയ്യില്ല, കവികയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നീ തീയിൽ കൂടി നടക്കുമ്പോൾ വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത്രയും ദൂത് തനിക്ക് ദൈവം നൽകിയിട്ട് തന്നെ ദൈവം ഉറപ്പിക്കുകയാണ്. ഇന്ന് പകലിൽ ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന ആമേൻ എല്ലാ ദൈവമക്കൾക്കും ഒരു ദൂതത. സ്തോത്രം. നിന്നെ ബലപ്പെടുത്തുന്ന, വചനത്തിൽ ഉറപ്പിക്കുന്ന, ശുഡമനരകതുനി വൈഡകരാജകൽക്കനാദി ദൈവപൈതലെ നിന്നെ ഉറപ്പിക്കുന്ന, ആമേൻ സഭയ്ക്കകത്ത് ദൈവം നിന്നെ നിർത്തുന്ന, സഭയുടെ വാഴ്ത്തത്വങ്ങൾ നിവർത്തിക്കാൻ പോകുകയാണ്. സഭയിൽ വാഴ്ത്തത്വമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാഴ്ത്തത്വമില്ലാത്ത സഭ വളരത്തില്ല. സഭയിൽ വാഴ്ത്തത്വമുണ്ട്. ആമേൻ. സഭയ്ക്കകത്ത് ദൈവം വച്ചിരിക്കുന്ന വാഴ്ത്തത്വങ്ങളുണ്ട്. ഈ വാഴ്ത്തത്വങ്ങൾ ഒന്നൊന്നായി അത് നടപടിയായി ക്രമത്തിൽ അത് വെളിപ്പെടേണ്ട ഈ നാളുകളിൽ സമയങ്ങൾ വേർതിരിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ ആലോചനകൾ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോഴാ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. ആമേൻ. ഈ 5-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 41-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആമേൻ അവിടെ പ്രവാചകനായിരിക്കുന്ന യെശയ്യാ പ്രവാചകൻ ഒരു കാര്യം കൂടെ പറയും, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? ഹല്ലേലൂയ. ആമേൻ. ഞാൻ താങ്ങും, നീ ഭയപ്പെടേണ്ട, ഞാൻ പണിയും. പ്രൈസ് ദി ലോർഡ്. കണ്ടോ ദൈവത്തിൻ്റെ അരുളപ്പാട് കണ്ടോ? സ്തോത്രം. അടുത്ത 11-ാം വാക്യം പറഞ്ഞു, നിന്നെ ക്ലേശിപ്പിക്കുന്ന എല്ലാവരും ലജ്ജിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. ലജ്ജിച്ച് അമ്പരന്ന് പോകും. നിന്നോട് വാദിക്കുന്നവർ നശിച്ച് ഇല്ലാതാകും. കണ്ടോ? ഇത്രയും ദൂതുകൾ ഈ പ്രഭാതത്തിൽ ആരോടൊക്കെ ദൈവം പറയുക. ആമേൻ. നിന്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങൾ കാണുന്ന, നിന്റെ ഹൃദയത്തിലെ വേദനകൾ നല്ലവണ്ണം മനസ്സിലാക്കുന്ന, നിന്റെ കൺകൾ പൊട്ടി ഒഴുകുന്ന കണ്ണുനീരുകൾ പലരും കണ്ടിട്ടും കാണാതെ പോലെ പോകുമ്പോൾ കാണാത്തതുപോലെ പോകുന്ന ദൈവമല്ല, നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു കർത്താവ്. വിളിച്ചു പറയണ്ട, നീ കരയേണ്ട. സ്തോത്രം. അപ്പോൾ കരയേണ്ട എന്ന് മാത്രമല്ല, കണ്ണുനീർ തുടയ്ക്കാനും ഒരുത്തൻ ആമേൻ അധികാരം പ്രാപിച്ച് ഇന്ന് പകലിൽ നമ്മുടെ നടുവിൽ ഇറങ്ങി നിൽപ്പുണ്ട്. പ്രിയരെ, നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ ആമേൻ അത് കൃത്യമായും നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, യെശയ്യാവിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആമേൻ 42-ാമത്തെ അധ്യായം 44-ാമത്തെ അധ്യായത്തിൻ്റെ ആമേൻ
ഹല്ലേലൂയ. രണ്ടാമത്തെ വാക്യം പറയുന്നു, നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്ന് നിർമ്മിച്ചവനും നിന്നെ സഹായിക്കുന്നവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ദാസനായ യാക്കോബ്, ഞാൻ തിരഞ്ഞെടുത്ത യെരൂശലേമേ, പ്രൈസ് ദി ലോർഡ്, നീ ഭയപ്പെടേണ്ട. സ്തോത്രം. തിരഞ്ഞെടുത്തിരിക്കുക ദൈവം. ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പകക്കെ നടക്കുക. പ്രാർത്ഥിച്ചോ. നിന്നെ ആലയം പണിയിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരുടെ മുൻപിൽ ഒരു തെരഞ്ഞെടുപ്പ് തന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. പലരും വിചാരിച്ചു ആലയം പണിയാം. വീട് പണിയുന്നത് പോലെ ആലയം പണിയാൻ പറ്റില്ല. മതിൽ പണിയുന്നത് പോലെ ആലയം പണിയാൻ പറ്റില്ല. ദൈവത്തിലെ അതിന് നിയോഗം വേണം. സ്തോത്രം. ദൈവത്തിൻ്റെ സംരക്ഷണം വേണം. ആമേൻ. അല്ല ഇപ്പം പണിയാന്ന് പറഞ്ഞ് പറ്റില്ല. ദൈവം പറഞ്ഞ സമയം അത് പണിഞ്ഞിരിക്കും. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ആലയം കർത്താവാ പണിയുന്നേ. എങ്ങനെ? വാഴ്ത്തത്വങ്ങൾ തന്നു. കണ്ടോ? യഹോവ തൻ്റെ വാഴ്ത്തത്വങ്ങൾ കൊണ്ട് സഭയെ ആശ്വസിപ്പിക്കുന്നതാ. അപ്പോൾ വാഴ്ത്തത്വമുണ്ട്. പ്രാർത്ഥിക്കാം ഇന്ന് പകലിൽ ആ വാഴ്ത്തത്വങ്ങൾ നിറവേറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ശമനപരഗതുനി. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി സ്തോത്രം. ദൈവജനത്തെ അനുഗ്രഹിക്കണം, ആശ്വസിപ്പിക്കണം. സഭയെ കർത്താവെ ആശ്വാസ വചനങ്ങൾ കൊണ്ട് നിറയ്ക്കണം. സഭയുടെ കെട്ടുപണികൾ നടക്കട്ടെ. വിടവുകൾ കർത്താവെ നികന്നു വരട്ടെ. പണിയാൻ കർത്താവെ അഭിഷക്തന്മാരെ എണീപ്പിക്കണം, പ്രവാചകന്മാരെ എണീപ്പിക്കണം. ദൈവശക്തി വെളിപ്പെടുത്തണം. അത്ഭുതം ചെയ്യും യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു.